പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ചുകളിൽ ജോലി നേടാൻ അവസരം. കേരളത്തിലുടനീളമുള്ള വിവിധ സഹകരണ സംഘങ്ങളിലേക്കും ബാങ്കുകളിലേക്കും വിവിധ തസ്തികകളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ജൂനിയർ ക്ലർക്ക്, കാഷ്യർ, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ വിവിധ തസ്തികകളിലെ നിരവധി ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിൽ ജൂനിയർ ക്ലർക്ക്, കാഷ്യർ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. കേരളത്തിലെ 10 ജില്ലകളിൽ വേക്കൻസികൾ വന്നിട്ടുള്ള തസ്തികയാണിത്. അതുപോലെ തന്നെ 40 വയസ്സ് വരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ളതും അർഹരായവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമായ തസ്തിക കൂടിയാണിത്. നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, ഒഴിവുകൾ വന്നിട്ടുള്ള ജില്ലകൾ ഏതൊക്കെ, അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ, സെലക്ഷൻ പ്രോസസ്സ് തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. കേരളത്തിലെ വിവിധ സഹകരണ സംഘങ്ങളിലേക്കും ബാങ്കുകളിലേക്കും വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് മുഖേനയാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഏപ്രിൽ 4 ആണ്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ജൂനിയർ ക്ലർക്ക്, കാഷ്യർ തസ്തികയെ കുറിച്ച് നോക്കാം. കേരളത്തിലെ 10 ജില്ലകളിലുള്ള സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ചുകളിലാണ് ഈ തസ്തികയിൽ വേക്കൻസികൾ വന്നിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് എന്നീ 10 ജില്ലകളിലുള്ള സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ചുകളിലാണ് ജൂനിയർ ക്ലർക്ക്, കാഷ്യർ തസ്തികയിൽ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഓരോ ജില്ലയിലും ഈ തസ്തികയിൽ വേക്കൻസികൾ വന്നിട്ടുള്ള സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ചുകളുടെ ലിസ്റ്റ് ഡീറ്റെയിൽ ആയി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ജൂനിയർ ക്ലർക്ക്, കാഷ്യർ തസ്തികയുടെ കാറ്റഗറി നമ്പർ 12/2026 ആണ്. ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളിലേക്കുള്ള ജൂനിയർ ക്ലർക്ക് തസ്തികയാണ്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. ജൂനിയർ ക്ലർക്ക്, കാഷ്യർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് SSLC അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിംഗ് കോഴ്സ് അഥവാ JDCയുമാണ്. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന GDC ഓർ DCM, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ അതായത് JDC തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും. കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത് BCom ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSc സഹകരണം ആൻഡ് ബാങ്കിംഗ് ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ശമ്പള സ്കെയിൽ നോക്കാം. വിവിധ സഹകരണ ബാങ്കുകളിൽ വ്യത്യസ്ത ശമ്പള സ്കെയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ 19,250 രൂപ മുതൽ 51,650 രൂപ വരെ ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ള ബാങ്കും അതുപോലെ തന്നെ 7,900 രൂപ മുതൽ 19,300 രൂപ വരെ ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ള ബാങ്കുകളും ഉണ്ട്. ഇനി അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കാം. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി. 2026 ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത്. SC ST വിഭാഗത്തിന് 5 വർഷമാണ് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നത്. OBC, എക്സ് സർവീസ്മാൻ, EWS എന്നീ വിഭാഗങ്ങൾക്ക് 3 വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് അതായത് 40% അതിൽ കൂടുതലോ ഉള്ളവർക്ക് 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR എക്സാമിലൂടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. പരീക്ഷയിൽ 1 മാർക്കിന്റെ 100 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിന്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ഇന്റർവ്യൂവിന് പരമാവധി 20 മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ ഇന്റർവ്യൂവിന് ഹാജരായാൽ മിനിമം 4 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 16 മാർക്ക് ഇന്റർവ്യൂവിന്റെ പ്രകടനത്തിനുമാണ് ലഭിക്കുന്നത്. ഇതുപോലുള്ള പരീക്ഷകൾക്കും മറ്റ് കേരള PSCയുടെ വിവിധ തസ്തികകളിലെ പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപേക്ഷ ഫീസ് കൂടി അടയ്ക്കേണ്ടതുണ്ട്. ഒന്നിൽ കൂടുതൽ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജനറൽ കാറ്റഗറിയിലുള്ളവർക്കും വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കും ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിന് 150 രൂപയും തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കിന് 50 രൂപ വീതവും അധികമായി പരീക്ഷ ഫീസായി അടയ്ക്കേണ്ടതാണ്. SC ST വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കിന് 50 രൂപ വീതവും അധികമായി പരീക്ഷ ഫീസായി അടയ്ക്കേണ്ടതാണ്.
ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഏപ്രിൽ 4 ആണ്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ഏപ്രിൽ 4 മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.